കൊച്ചിയിൽ കിടപ്പ് രോഗിയെ വഴിയിൽ ഉപേക്ഷിച്ചു. നോർത്ത് പാലത്തിനടിയിലാണ് ഉപേക്ഷിച്ചത്. മതിലകം സ്വദേശി ഷംസുദ്ദീനെയാണ് കാറിലെത്തിയ ബന്ധുക്കൾ ഉപേക്ഷിച്ചത്. എസ് ശരൺ അവിടെയുണ്ട്. ശരൺ, എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഷംസുദ്ദീനെ വേണ്ടാതായത്? ഇങ്ങനെ കൊണ്ട് തള്ളുന്നതിന് പകരം മറ്റെവിടെയെങ്കിലും ആക്കാമായിരുന്നല്ലോ. സുജിയ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു ചോദ്യം തന്നെയാണ്. അതിന് ഇപ്പോഴും ഉത്തരമില്ല. എന്തായാലും നമ്മൾ ഇപ്പോൾ ഉള്ളത് നോർത്ത് പാലത്തിന് താഴെയായിട്ടാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരാൾ കിടപ്പ് രോഗിയാണ്. അദ്ദേഹത്തെ ഉപേക്ഷിച്ച നിലയിലാണുള്ളത്. ഇന്നലെ രാവിലെ ഇന്നോവയിൽ എത്തിയ സംഘം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബന്ധുക്കൾ ഉപേക്ഷിച്ച ശേഷം ഇവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിലേക്ക് തന്നെ പോവാം. ചേട്ടാ എപ്പോഴാ ഇവിടെ ഉപേക്ഷിച്ചത്? ഇന്നലെ രാവിലെ. ആരാ ഉപേക്ഷിച്ചത്? എന്റെ രണ്ട് ഏട്ടന്മാരും മാമാടെ മോനും. ഇന്ന് നേരത്തെ വീട്ടിലായിരുന്നു? ഇല്ല, ഞാൻ ഇന്നലെ രാവിലെ ഞാനൊരു സുഖമില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിച്ചതാ. പ്രാന്തിന്റെ അസുഖമുള്ള കണ്ണൂര്. അതങ്ങോട്ട് ഇവിടെ ഞാൻ അവിടെ വീട്ടിൽ കിടക്കരുതെന്ന് പറഞ്ഞു. തറവാട്ടിൽ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പീഡറാത്ത് കിടന്ന് എനിക്ക് അവസ്മാരത്തിന്റെ അസുഖം. ഞാൻ പോലീസ് കൺട്രോളിലും അവരെ വിളിച്ചപ്പോൾ അവര് വന്നില്ല. അവരെ നാട്ടുകാർ കൂടി വിളിച്ചപ്പോൾ അവനവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പോലീസ് കൺട്രോളിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ മാലയം സ്റ്റേഷനിൽ അറിയിച്ചു. അങ്ങനെ മാലയം സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് വന്ന് അവർ ആംബുലൻസ് വിളിച്ച് എന്നെ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഏട്ടന്മാരെ വിളിച്ച് അങ്ങനെ അവർ വന്നിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് പറഞ്ഞ്, ഒരു ദിവസം നീ ഇന്നത്തെ രാത്രി തറവാട്ടിൽ നിന്ന് നാളെ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും. എവിടെയെങ്കിലും പോയി. ഞാൻ പറഞ്ഞു കോലത്തിലാണ് അവിടെ പോവാൻ. അപ്പൊ എന്നെ കണ്ണൂരത്തെ പെണ്ണ് പറഞ്ഞു, നിങ്ങളങ്ങനെ അവിടെ കിടക്കണ്ട, അങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോ കണ്ണൂരത്തെ പെണ്ണ് എൻ്റെ ഈ കൊല്ലം കണ്ട പറഞ്ഞ്, ഇപ്പൊ നിന്നെ നോക്കാനും കട്ടൂല. ഞാൻ പറഞ്ഞു, നോക്കണ്ട, ചെലവിന് പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിന്നോളാം, ചെലവിനുള്ള പൈസ തരാം. അപ്പൊ പറഞ്ഞു അതൊന്ന് ഞാൻ വല്ല ലോട്ടറി കച്ചവടത്തിന് നോക്കിക്കോളാം, പതുക്കനെ എവിടെയെങ്കിലും ഇരുന്ന് വിറ്റോളാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഇക്കോളത്തിൽ നിൽക്കണം നോക്കാം. ഞാൻ പറഞ്ഞു, നിനക്ക് സുഖമില്ല പ്രാന്ന് പറയുമ്പോ എന്നെ വേണം. ഞാൻ ഓടി വന്ന് നോക്കിയിരുന്നാൽ ഞാനല്ല കാവലെടുത്ത് കുതിരോട്ടത്ത് സെല്ലി പൂട്ടിരുമ്പോ. ഇപ്പൊ എന്റെ അവസ്ഥ ഇതല്ല, എന്നെ നോക്കാൻ സീന. അല്ലാണ്ട് നിങ്ങളെവിടെയും പോയി ചത്തോ അല്ല അനാഥാലത്തിൽ പോയി കിടക്കാൻ. എന്റെ ഏട്ടന്മാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഏട്ടന്മാരോട് ഞാൻ പറഞ്ഞു, നീ ഒന്ന് അവരോട് സംസാരിക്കുക. എന്നെ വിളിക്കുന്നുണ്ട് കണ്ണൂര്. എന്നിട്ട് ഞാൻ അവർ കയറ്റൂല എന്താണെന്ന്. അവള് പറയുന്ന അവളെ മൂത്തേട്ടൻ കള്ളം കുടിച്ച് വന്നിട്ട് എന്തൊക്കെ പറയുന്ന ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നു. അവളെ ഇറക്കി വിടുമെന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അവർക്ക് അസുഖം വരുമ്പോ എല്ലാവർക്കും ഞാൻ വേണം. ഇപ്പൊ എനിക്ക് അസുഖം വന്നപ്പോ ഒരാളും ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാനിത് മരിക്കുന്നു. രാവിലെ മുതൽ ഇവിടെയാണ്. രാവിലെ മുതൽ ഇവിടെ മരിക്കുന്നുമില്ലല്ല. ഈ തലക്ക് വരിക മരിച്ചെന്നാ പറഞ്ഞ്. എന്നിട്ട് അത് മരിച്ചിട്ടുമില്ല. ഇതെന്ത് അല്ല വിളിക്കാത്തതെന്ന് പറയും. ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല സാറേ. ഞാൻ നല്ല കാര്യങ്ങളാ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഗൾഫിലുള്ളപ്പോൾ കുറെ പാവങ്ങളെ സഹായിക്കുമായിരുന്നു. പാവം കെട്ടിക്കാൻ പണമില്ലാത്തവർക്ക് പണം അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ചേട്ടന്മാര് ഇവിടെ കൊണ്ടുവന്ന് എന്താ പറഞ്ഞത്? അവിടെ കൊടുങ്ങല്ലൂർ തറവാട്ടിൽ ഇന്ന് കിടത്താനൊന്നും പറ്റൂല. നീ എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നു മരിച്ചോളെ. ആ പാരെന്ന് വെച്ചാൽ കൊണ്ടുപോയി കുഴി വെച്ചോളൂന്ന് കൊണ്ടുവരായിരുന്നു. ഫ്ലാറ്റ് കിടന്ന് മറ്റോളാനാണ് പറഞ്ഞ. ഫ്ലാറ്റ് ഹോമിൽ കാലിൽ കൊണ്ട് ഇട്ടിട്ട് പറഞ്ഞ എന്തെന്നോ, ഫ്ലാറ്റ് ഹോമിൽ ഇവിടെ എവിടെയെങ്കിലും തെരുവിൽ കിടന്ന് മരിച്ചോന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇട്ടിട്ട് പോയത്. ക്രൂരമായിട്ട്. അതായത് അയാളെ ചേട്ടനും ചേട്ടന്റെ മക്കളും കൂടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇട്ടതാണ്. അവര് 3 പേരുണ്ട്. വണ്ടിയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. വണ്ടി നമ്പർ എല്ലാം ഉണ്ടാവും നമ്മളെ. വേണ്ട, ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട് വണ്ടി നമ്പരെല്ലാം. വേണ്ട, അവര് ക്രൂരമായിട്ട് പെരുമാറി. കാരണം അന്ന് ഒരു സൈഡ് സ്തംഭിച്ച് ഒരു കൈയും തളർന്നിരിക്കുകയാണ്. ഒരു കൈ മാത്രമേ പുറത്തുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, അയാൾക്കുണ്ടല്ലോ ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് സഹായിക്കാൻ പറ്റൂല. ആര്? ചേട്ടന്മാരുടെ മക്കൾക്കും അങ്ങേർക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും വാങ്ങിച്ച് നശിപ്പിച്ചവരാണ്. അങ്ങേരെ എല്ലാ സമ്പാദ്യവും അങ്ങേരെ. ഇപ്പൊ 6 കൊല്ലം എന്നെ തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അത് ഇവിടെ വെച്ചിട്ടാ പറ്റിയ എനിക്ക്. തലയുടെ സ്മാരത്തിന്റെ അസുഖം വന്ന് വീണതാ. തല കല്ലിലടിച്ച് തല പൊളിഞ്ഞതാ. തലച്ചോറിൽ ഓപ്പറേഷൻ കഴിഞ്ഞതാ.
ആദ്യം മരിച്ചെന്നാ പറഞ്ഞു, പിന്നെ എല്ലാവരും പറഞ്ഞു ഡോക്ടർമാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചു അവിടെ. അധികം പോലീസുകാർ വന്നിട്ടുണ്ട്. ഇവിടെ ഇന്നലെ സാറന്മാർ വന്നിരുന്നു. അപ്പൊ പറഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇതുപോലെ സ്ഥിരമായിട്ട് കിടക്കരുത്, രാവിലെ നാളെ എവിടെയെന്ന് വെച്ചാൽ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇന്നലെ സാറന്മാർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇന്നലെ രാത്രി. ഞാൻ പറഞ്ഞു സാറന്മാരെ എനിക്ക് സുഖമില്ലാത്തതിന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചാണ്. അവ പറഞ്ഞ് ഇന്ന് ഇവിടെ ഇങ്ങനെ സ്ഥിരമാക്കി, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട. ഞാൻ പറഞ്ഞു സ്വന്തമായിട്ട് എനിക്ക് വീടില്ല. അന്ന് ഇന്നത്തെ നാളെ കാലത്ത് ഞാൻ പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ എവിടെ ചേട്ടന്മാരെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. അവരുടെ വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് കിടപ്പാട്. ശരൺ, വീട് എവിടെയാണ്? ഇയാളുടെ വീടും അഡ്രസ്സും പറയൂ. നമുക്ക് ആ ബന്ധുക്കളെ ഒന്ന് കണ്ടെത്തണമല്ലോ. കാരണം ആയ കാലത്ത് എല്ലാത്തിനും ഒപ്പം ഉണ്ടായിട്ട് അവസാനം ഇങ്ങനെ വഴിയരികിൽ തള്ളേണ്ടതാണോ മനുഷ്യനെ? വീട് എവിടെയാണ്? കോളിമുട്ടം നെടുമ്പറമ്പ്. കോളിമുട്ടം നെടുമ്പറമ്പ്. മതിലകത്ത് എവിടെയായിട്ടാണ്? പടിഞ്ഞാറ് വർഷം കോളിമുട്ടം നെടുമ്പറമ്പ് സ്ഥലത്തിന്റെ പേര്. ആരൊക്കെയാ ഉള്ളത് അവിടെ? എൻ്റെ ഉമ്മയും പിന്നെ തൊട്ട് മൂത്തോനിക്ക് ഞാൻ തറവാട് എഴുതി കൊടുത്തത് ദുബായിൽ വെച്ചിട്ട്. അവനെ പൊളിച്ച് വലിയ വീട് വെച്ചേക്കോ. അവിടെ എൻ്റെ ഉമ്മയുണ്ട്, അവന്റെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് നന്നായിട്ട് കേട്ടെ. പക്ഷെ അവര് ഉള്ള എനിക്ക് സുഖമില്ലാത്ത സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും. പക്ഷെ ഇപ്പം മരിക്കാന്ന് അല്ല സാറേ, മരിച്ചിട്ട് വെള്ളം തന്നിട്ട് കാര്യമുണ്ടോ? മരിക്കാൻ നേരത്തല്ല വെള്ളം തരുന്നത്. എന്തായാലും തൃശ്ശൂരിലെ മതിലകമാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം. അവിടെ നിന്നാണ് ഇദ്ദേഹവുമായിട്ട് കാറിൽ ബന്ധുക്കൾ എത്തിയത്. 2 ചേട്ടന്മാരാണ് ഉണ്ടായിരുന്നത്. അവർ ഇവിടെ എത്തി ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ച ശേഷം വീട്ടിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. തൃശ്ശൂരുകാരനാണ്. തൃശ്ശൂരുകാരനെ കൊച്ചിയിൽ നോർത്ത് പാലത്തിനടിയിൽ ഉപേക്ഷിച്ച ബന്ധുക്കൾ പോയിരിക്കുകയാണ്. ബന്ധുക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, അധികൃതർ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇതിൽ ഇപ്പോൾ പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയല്ല ഒരാളോട് പെരുമാറേണ്ടത്. അതും സ്വന്തം സഹോദരനല്ലേ. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ വഴി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആക്കാമല്ലോ. വഴിയിൽ ഇങ്ങനെ അനാഥനാക്കി ഉപേക്ഷിക്കേണ്ടതാണോ? കാരണം അമ്മയും ബന്ധുക്കളും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്. ഇയാളുടെ അഡ്രസ് എന്താണ്? വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പോലീസ് ഇപ്പൊ തന്നെ അതിന്റെ നടപടി ഉണ്ടാവും. സുജയ, ഇവിടുത്തെ പോലീസ് സംഘം ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് സാർ ചെയ്യാൻ? ഇദ്ദേഹത്തിന് ഉപേക്ഷ എന്ന് പറയുന്ന വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. സഹോദരങ്ങൾ വിളിച്ചു വരുത്തി നടപടി ഉണ്ടാവും. ഉപേക്ഷയിലുള്ള കേസ് മിക്കവാറും എടുത്തേക്ക് കിട്ടിയിട്ടുണ്ട്. വണ്ടി നമ്പർ കിട്ടിയിട്ടുണ്ട്. അവരെ ബന്ധപ്പെടാനായിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. നടപടി ഉണ്ടാവും. എന്തായാലും ഇത് അതിക്രൂരമായിട്ടുള്ള കാര്യമാണ് നടന്നത്. ഉണ്ടാവും. ഉടനെ ഉണ്ടാവും. അവിടെ ഇദ്ദേഹത്തെ നമ്മൾ എങ്ങോട്ടാ മാറ്റാൻ? ഇതിപ്പോ അദ്ദേഹത്തിന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റും. ബന്ധുക്കളെ വിളിച്ചു വരുത്തും. ഇപ്പൊ തന്നെ വിളിച്ചു വരുത്തും. ബാക്കി ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പോലീസ് ശരൺ, അദ്ദേഹത്തോട് പറയൂ, പോലീസ് ഉദ്യോഗസ്ഥരോട് പറയൂ, ഇനിയും ആ ബന്ധുക്കൾക്കൊപ്പം അദ്ദേഹത്തെ വിടേണ്ട. ഷംസുദ്ദീനെ ഇനിയും ആ ബന്ധുക്കൾക്കൊപ്പം വിട്ടുകഴിഞ്ഞാൽ ഇത് തന്നെ അവർ ആവർത്തിക്കില്ലേ? വേണ്ടാഞ്ഞിട്ടായിരിക്കുമല്ലോ വഴിയിൽ തള്ളിയത്. സുജിയ, തീർച്ചയായിട്ടും അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യം തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പോലീസുകാർ പറയുന്നത് കടുത്ത നടപടികളിലേക്ക് തന്നെ പോകുമെന്നുള്ളതാണ്. ഇത്തരത്തിലൊരു കിടപ്പ് രോഗിയാണ് വഴിയരികിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റേതായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിക്രൂരമായിട്ടൊരു സംഭവം നമുക്കിപ്പോൾ നോർത്ത് പാലത്തിന്റെ താഴെയായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടേക്ക് ഇന്നലെ രാവിലെ 9 മണിയോട് കൂടിയാണ് അല്ലെ? 9 മണി ആൾക്കാർ ഉണ്ടാവും. 10 മണിക്ക് 3 പേരുണ്ടായിരുന്നു കാറിൽ. അവരിവിടെ കൊണ്ടു ഉപേക്ഷിച്ച് പുള്ളിയുടെ ഈ ഡ്രസ്സും പായും ഇതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവർ കടന്നു കളഞ്ഞു. വളരെ മോശമായി പെരുമാറി. അവര് ഞാൻ അവിടുന്ന് ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവര് ഓടിപ്പോയി, കാറ് വിട്ടുപോയി. അല്ല, ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത്, വെള്ളവും കൊടുത്ത്, രാവിലെ ചായ ഒക്കെ മേടിച്ചു കൊടുത്തു. പുള്ളിക്ക് 2 കാലും ഒരു കൈക്കും സ്വാധീനമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നോർത്ത് പാലത്തിന്റെ അടിയിലായിരുന്നില്ല, അന്നാത്തല്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടാവും. അവിടെ അറിയുന്നു. ഞാൻ ഇവിടെ പണിയെടുത്തിരുന്നല്ല, ആരെങ്കിലും അറിയുന്നു. പോലീസ് പറയുന്നത് ബന്ധുക്കള് വന്നു കഴിഞ്ഞാൽ അവർക്കൊപ്പം വിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ പോകാനൊരു ഭയമുണ്ടോ? എവിടെ ആണെങ്കിലും അവര് വരൂല.